യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ മോചിതരാക്കണം. ട്രൂത്ത് ഷുഡ് സെറ്റ് യു ഫ്രീ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിസ്തീയ സഹോദരങ്ങളോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാലാണ് ഇത് പറയാം. നിങ്ങൾക്ക് വിടുതൽ നൽകണം, അല്ലെങ്കിൽ ഡെലിവറൻസ്, നിങ്ങളെ സത്യം വിടുതൽ നൽകണം എന്ന് ഒരു വാക്യമാണ് ബൈബിളിൽ പറയുന്ന യോഹന്നാൻ്റെ പുസ്തക സുവിശേഷത്തിൽ. കഴിഞ്ഞ ദിവസം എനിക്ക് ഒട്ടനവധി കോളുകൾ കിട്ടി. കാരണം ഇവിടെ നിന്നുള്ള സത്യം അറിയുന്നതിന് വേണ്ടി മധ്യപൂർവേഷ്യയിൽ, കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ചോദ്യം എന്ന് പറയുന്നത്, അവരെന്നോട് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങിത്തിരിയുന്ന ഈ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. പല പ്രത്യേക സമുദായത്തിൻ്റെ ഹാൻഡിലുകളിൽ നിന്നാണ് വരുന്നത്. ട്രംപ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് എന്തോ വലിയ അസുഖമാണ്, ഇപ്പം കാഞ്ഞു പോവും എന്നുള്ളതാണ് ഈ പോസ്റ്റുകൾ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എങ്ങും ചോദിക്കണ്ട, ഏതൊരു കൊച്ചൊരു കുട്ടിയുടെയിലും ഫോണുണ്ട്. ഒറ്റ ഗൂഗിള് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിള് പറയും, സിരി, മറ്റേ ആപ്പിളാണെങ്കിൽ കൊച്ചു പിള്ളേർ, സിരി ട്രംപ് ഇസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ പറയും. അതല്ലെങ്കിൽ ഗൂഗിൾ, ഹേ ഗൂഗിൾ എന്ന് ചോദിച്ച് ട്രംപ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് എന്ന് ചോദിച്ചാൽ അവർ പറയും, കറക്റ്റായിട്ട് പറയും. ഞാനപ്പോൾ അത് ആദ്യം കണ്ടപ്പോൾ തന്നെ അത് വലിയ ഒട്ടനവധി ഇതിൽ നിന്ന് വരാണ്. ആദ്യം ഇംഗ്ലീഷിലാണ് തുടങ്ങിയത്, ഇംഗ്ലീഷ് മറ്റ് ഭാഷകളിലും, പിന്നെ നമ്മുടെ മലയാളികൾ ഏറ്റെടുത്ത പിന്നെ അതങ്ങോട്ട് മലയാളത്തിലും കത്തിപ്പടർന്നു, മലയാളി സമൂഹത്തിൻ്റെ ഉള്ളിലും മധ്യപൂർവേഷ്യയിലും കൂടുതലായിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. കാരണം അദ്ദേഹം ഇന്നലെ അവർ ഈസ്റ്റർ ദിവസത്തിൽ ചോദിക്കുന്ന ദിവസം ഞാൻ കൃത്യമായിട്ട് ഈ വാർത്തകൾ കാണുമ്പോൾ ഇദ്ദേഹം രാവിലെ തന്നെ വരുന്നു. മറ്റേ നമ്മുടെ കൊച്ചിൻ ഹനീഫ ചേട്ടൻ ഒരു സിനിമയിലൊക്കെ വരുന്നില്ലേ, അടാ കള്ളപ്പന്നി പൊട്ടിക്കട കൊല്ലുട, ഇപ്പം ഒപ്പിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പൊട്ടിക്കട എന്ന് പറഞ്ഞ് ഏകദേശം ഈസ്റ്റർ ദിവസം ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഇദ്ദേഹം വന്ന് തിരിച്ചു പോയി ഉള്ളിലേക്ക്. പയറുമണി പോലെ ഉരുണ്ടുരുണ്ട വരണേ, ഭയങ്കര 82 വയസ്സായി, എന്നാലും ഉരുണ്ടുരുണ്ട് വന്ന് പൊട്ടിക്കട കള്ളപ്പന്നികളൊക്കെ ഇതിന് പൊട്ടിക്കട എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്ന വാക്കൊന്നും നടക്കണ കേസല്ല. അയാൾ 2 ദിവസം കൊടുക്കും, 5 ദിവസം കൊടുക്കും, ഇനി 10 ദിവസമായി, ഇപ്പം 45 ദിവസം. ഇന്നലെ വന്നിട്ട് ആദ്യം പറഞ്ഞു ഡിപ്പ പൊട്ടിക്കും, കള്ളപ്പന്നികളൊക്കെ ഇതിന് ഞാൻ പാലം തകർക്കും, പവർ പ്ലാന്റ് കറണ്ട് ഇല്ലാണ്ടാക്കും, ഒക്കെ നശിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറിനിടയിൽ വേറെ എവിടെയോ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ചൊവ്വാഴ്ച, നാളെയല്ല വീണ്ടും ഒരു ദിവസം കൂടി പൊട്ടിക്കും, ചൊവ്വാഴ്ച 8 മണിക്ക് പൊട്ടിക്കും. ചൊവ്വാഴ്ച 8 മണി ഈസ്റ്റേൺ ടൈം എന്നാണ് പറയുന്നത്. ഈസ്റ്റേൺ ടൈം എന്ന് പറയുമ്പോൾ ന്യൂയോർക്കിലും വാഷിങ്ടൺ DC-ലൊക്കെയുള്ള ടൈം, ഞാൻ അതിലും 3 മണിക്കൂർ പിന്നോട്ടാണ്. ആ ടൈമിൽ പൊട്ടിക്കുന്നതാണ് ഉരുണ്ട് വന്ന് ശക്തമായിട്ട് കൊല്ലടാ എന്നും പറഞ്ഞിട്ടാണ് വരണ ഇയാൾ ആശുപത്രി കിടന്നാണ് ഇവർ പറയണത്. വിളിച്ച വളരെ ആകാംക്ഷയോടെ, എടാ നീ കേട്ടോ ഇയാൾ ആശുപത്രിയിലാണോ? ഇവരിതിങ്ങനെ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് പണ്ടാരോ പറഞ്ഞ പോലെ ന്യൂസ് എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത പറയില്ല. സത്യം ഞാൻ നിങ്ങളോട് സത്യം പറയുള്ളൂ. അയാൾക്ക് ഒരു പ്രശ്നമില്ല, അയാൾ ആശുപത്രിയിലില്ല, നീ വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ചുറ്റിക്കറങ്ങണ, നവമാധ്യമങ്ങളിൽ കറങ്ങണ ഈ കോൺസ്പിറസി തിയറി എന്നാണ് ഇവിടെ പറയുക. ഇവിടെയുണ്ട് കുറേ ആൾക്കാർ വെറുതെ ഇരിക്കുക, ഒരു വാർത്ത ഉണ്ടാക്കുക, അത് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണം, അവൻ എവിടെയെങ്കിലും പോയിട്ട് അവൻ്റെ കച്ചവടമാണെന്ന് വിചാരിക്കുക. ചിലരിത് വൈകാരികമായിട്ട് എടുത്തേക്കണേ, വൈകാരികമായിട്ടും അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടാണ് ഇത് കൊണ്ടു കിടക്കുന്നത്. ഖത്തർ രാജാവ് തമീം, അദ്ദേഹം ഗിഫ്റ്റായിട്ടൊരു $400 മില്യൺ ഒരു വിമാനം, ബോയിങ്ങിൻ്റെ വിമാനം ഇദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തു. ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു. ഇയാൾ ഇത്ര നാണങ്ങൾ, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ്, ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് കൊണ്ടുവന്നു. അമേരിക്കൻ ജനതയ്ക്ക് നാണക്കേട്. അത് വേറെ ഒന്നും ആയിട്ടല്ല, ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹം എയർഫോഴ്സ് 1 പണ്ട് ബൈഡനുള്ളപ്പോൾ പറഞ്ഞ് ഈ പഴയത് ഓടിച്ച് കിടക്കണം, പഴയ സാധനം കൊണ്ടപ്പോൾ ഓടിക്കണം. അപ്പോൾ ആൾ പണ്ട് ഇരുന്നപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ബൈഡൻ വന്നപ്പോൾ അതിന് പുതിയതിൻ്റെ ആവശ്യമൊന്നുമില്ല, പഴയത്
പഴയത് തന്നെ മതി, പഴയതിൽ പോകാമെന്ന് പറഞ്ഞു, പഴയത് ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബോയിങ് ഇതിൻ്റെ ശക്തി കുറച്ച് വെച്ചു, കാരണം കാശ് കിട്ടില്ല. ബൈഡനെങ്ങാനും പിന്നെ ജയിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഓർഡറൊന്നും ഇല്ല, ഇത് നിങ്ങൾ വെറുതെ ഉണ്ടാക്കിയതാണ്, ഇതിൻ്റെ ആവശ്യമില്ല, കാശില്ല എന്ന് പറയും. ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് ഉണ്ടാക്കാനും ഞാൻ കഴിഞ്ഞ ഭരണത്തിൽ 2016 പറഞ്ഞതല്ലേ പുതിയ ബോയിങ്, എനിക്ക് വലിയ സ്വർണം പതിപ്പിച്ച ബോയിങ് വേണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ആ സാധനം ബൈഡൻ പറഞ്ഞു ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇനിയിപ്പോൾ വേറെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും, ഇത് ചെറിയ എയർഫോഴ്സ് വണ്ണ് കാര്യമില്ലല്ലോ, ഇത് എനിക്ക് വേണ്ടി നല്ലത് വേണമെന്ന് പറഞ്ഞപ്പോൾ ബോയിങ്കാരാകട്ടെ അതോ ഇതിൻ്റെ ചുറ്റുള്ള ശിങ്കിടികൾ ആരോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതുപോലത്തെ താങ്കൾ പറഞ്ഞ പോലത്തെ ഒരു വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട് ഖത്തറിൽ, അത് വേണമെങ്കിൽ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചോദിച്ചായിരുന്നു. ചെന്നപ്പോൾ അയാൾ പറഞ്ഞു കൊണ്ടുപോക്കെ, വെറുതെ 400 മില്യൺ രാജകുടുംബത്തിന് വേണ്ടി വാങ്ങിയത്, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സാധനം ഇപ്പോൾ ടെക്സസിലെ സാന്റ് ആൻ്റോണിയോയിൽ കൊണ്ടുവന്നിട്ട് അഴിച്ചു പണിയാണ്. കാരണം പ്രസിഡന്റ് യാത്ര ചെയ്യണമെങ്കിൽ മൊത്തം അഴിക്കണം, മൊത്തം അഴിച്ച് അതിലും ഇരട്ടി പൈസ ചിലവാക്കണം. $1 ബില്യൺ ഇപ്പോൾ എയർഫോഴ്സ് പറഞ്ഞേക്കണ സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. അതിലും ഭേദം പുതിയത് ഉണ്ടാക്കാം, ഇത് മുഴുവൻ അഴിക്കണം. കാരണം പ്രസിഡന്റ് യാത്ര ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ സുരക്ഷയൊക്കെ ബന്ധപ്പെട്ട് ഇത് മുഴുവൻ അഴിച്ചിട്ട് ഓരോ സ്ക്രൂ അഴിച്ചിട്ട് വേണം പണിതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് കൊണ്ടുപോകണം പറഞ്ഞു. പക്ഷേ ഖത്തർ രാജാവൊക്കെ അഭിമാനമുള്ളവൻ, അത് സമ്മാനമായി കൊടുത്ത സാധനമൊന്നും ആൾ എത്ര ഇത് വന്നാലും തിരിച്ചു ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് തിരിച്ച് ചോദിച്ചു എന്നാണ് ചില പ്രത്യേക സമുദായക്കാർ പറയണത്. ഇത് തിരിച്ചു ചോദിച്ചു, ഇപ്പോൾ തരാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ്. വേറെ രണ്ടാമത്തെ ഇത് 3 ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഇവിടെ കുറേ ഇതുണ്ട്. വേനൽക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ്, ചൂട് അതികഠിനമായ ചൂട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും തണുപ്പായി, ചൂട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാട്ടുതീ ഉണ്ടാവും. കാട്ടുതീ പറഞ്ഞാൽ ഗംഭീര കാട്ടുതീ, ഇപ്പോൾ കത്തി മലകളൊക്കെ കത്തിപ്പോവും, വെറുതെ കിടന്ന് കത്തും. അപ്പോൾ ഈ ഫയർഫോഴ്സ്, ഇപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു എയർപോർട്ട് അതിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വിമാനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, തീ കെടുത്താൻ വേണ്ടി ഒരു വിമാന താവളം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഒട്ടനവധി ഇതും പിന്നെ എനിക്ക് ചുറ്റുമായിട്ട് കുറേ ലേക്കുകളുണ്ട്. അപ്പോൾ അവിടെ പോയി ഹെലികോപ്റ്ററിൽ വെള്ളം എടുക്കുന്നു. അതിവിടുത്തെ ഒരു സ്ഥിരം ഇതാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഒരു വാർത്ത, ഞാനിപ്പോൾ റിവർസൈഡ് കൗണ്ടി, മൊറീനോ വാലി, മലയാളത്തിൽ ഞാൻ ഈ റീലുകൾ വരുമല്ലോ ഫേസ്ബുക്കിൽ, റീലിൽ നോക്കിയപ്പോൾ പറയുന്നത് കത്തിപ്പടരുന്നു, അമേരിക്ക കത്തിപ്പടരുന്നു, കാലിഫോർണിയ ഇപ്പം കത്തിത്തീർന്നു എന്നൊക്കെയാണ് പറയണേ. അപ്പം ഞാനതിലെ ആ ഫ്രീ വേ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കോണേ, ഇവിടെ എവിടെയോ തീ എവിടെയാണ് തീ എന്ന് അന്വേഷിച്ചിട്ട് എങ്ങുമില്ല. ഇവിടെ ഏതെങ്കിലും മലയുടെ മുകളിലുള്ള തീയൊക്കെ അത് AI-യിലേക്ക് ഇട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇവിടെ ഉള്ളവർക്ക് അറിയില്ല, അവിടെയുള്ളവരൊരു തീ എവിടെയോ ഇരുന്നൊരു തീ ഇവിടെ തീയിട്ടേക്കാണ്. അത് കഴിഞ്ഞ് ഈ തീ ഇട്ട് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പം അതാണ് 3ാമത്തെ റീലായിട്ട് ഇറക്കിയിരിക്കുകയാണ്. ഈ തീ ഇട്ടതിനെ പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ കഴിഞ്ഞ കൊല്ലാണ് ഏറ്റവും വലിയ തീ ഉണ്ടായിരുന്നത്. വലിയ വമ്പൻ പണക്കാർ താമസിക്കുന്ന കടലിൻ്റെ സ്ഥലത്ത്, ബിവർലി ഹിൽസിൻ്റെ സാന്റാ മോണിക്ക, അതോടെ നിന്ന് വടക്കോട്ട് പോയിട്ടുള്ള കുറച്ച് ആ കടൽ തീരത്തൊക്കെയുള്ള വലിയ വമ്പന്മാർ, ഓരോ വീടിനും 40 മില്യൺ 50 മില്യൺ ഒക്കെ വീടാണ്. അന്ന് ഞാൻ കേട്ട വാർത്ത, അന്ന് മറ്റേ ഹമാസ്, സമാധാനപ്രിയരായ ഹമാസ്, പാവം പിഞ്ച് കുഞ്ഞ് ഹമാസിനെ ഇസ്രായേലിലിട്ട് പെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ പങ്കെടുത്തിട്ട് പോലും ഇല്ല കേട്ടോ. അമേരിക്ക ഇപ്പോഴാണ് യുദ്ധത്തിൽ ഇറാനിൽ വന്നേക്കണേ. അപ്പം ഈ നമ്മുടെ നാട്ടിലെ ഒരു സഹോദരനുണ്ട്, നല്ലൊരു സഹോദരൻ, അനിൽ മുഹമ്മദ്. ചിരിച്ച് ശാന്തനായി സംസാരിക്കും. അനിൽ മുഹമ്മദ് തന്നെ അവൻ്റെ പേര്. അവൻ്റെ ജോലി ഞാൻ തെറിപ്പിച്ചതിലൊരു ചെറിയ അഭിമാനം എനിക്കുണ്ട്. അവന് KMRL മാനേജിങ് ഡയറക്ടർ, വലിയ തലപ്പത്തായിരുന്നു. അവിടെ ആ ഓഫീസ്, സർക്കാർ സ്ഥാപനത്തിൻ്റെ ഓഫീസിലിരുന്നിട്ടാണ് ഇവൻ്റെ വർഗീയവാദം. കൊല്ലം ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒക്കെ കുറേ ആൾക്കാരൊക്കെ ഇതിന് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. കൊല്ലം ബിഷപ്പ് തന്നെ സർക്കാരിന് ലെറ്റർ എഴുതിയിരുന്നു. ഒട്ടനവധി ഇത് കാരണം അവൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരെ അതായത് ക്രിസ്ത്യാനികളെ, കത്തോലിക്കരെയൊക്കെ വെട്ടലാണ് ഇവൻ്റെ പണി, ബിഷപ്പുമാരെയും. എന്നിട്ട് ഇവൻ വർഗീയവാദം ഇങ്ങനെ ചിരിച്ച് അവൻ ഇരുന്ന് പറയാം, കണ്ടില്ലേ പലസ്തീനിലെ പിഞ്ചു ടണലിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണ പിഞ്ചു കുഞ്ഞൂനെ കൊന്നതുകൊണ്ട് അമേരിക്കയിൽ തീ കത്തി. ഈ അനിൽ മുഹമ്മദോട് ഞാൻ അന്ന് പറഞ്ഞ കാര്യമാണ്. ഒപ്പം നമ്മുടെ താലിബാൻ പ്രതിഭാസാക്കി നടക്കണ മറ്റേ ടീമുകളുണ്ടല്ലോ, മീഡിയ വൺ, മറ്റേ കാഫിർ നയിക്കുന്ന മീഡിയ വൺ, ഇവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ബിവർലി ഹിൽസ് പണക്കാരാ, വലിയ വമ്പന്മാരെന്ന് പറഞ്ഞാൽ വമ്പന്മാർ മാത്രമല്ല,
അവരാണ് ഇവിടെ മറ്റേ വോക്ക് മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ. ഇപ്പോൾ പുതിയ പിള്ളേർ ആണുമില്ല പെണ്ണുമില്ല LGBTQ എന്നൊക്കെ പറഞ്ഞ് കുറേ വിഭാഗങ്ങൾ. ഇപ്പം ഞാനതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോഴേക്കും ഇത് വിദ്വേഷ പ്രസംഗവും വർഗീയത. അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും പറയില്ല. അവർക്കെതിരായിട്ടൊന്നല്ല പറയണേ. എൻ്റെ കുറേ വീഡിയോസ് ഇപ്പോൾ ഇതിന് വേണ്ടി വിട്ടിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ് ഇതുണ്ട്, ഇവിടെ എവിടെയാണ് വിദ്വേഷ പ്രസംഗം, എവിടെയാണ് വർഗീയവാദം. അപ്പം അവരെ കൊണ്ട് നടക്കുന്നവർ ഇടത് ഇസ്ലാമിക ശക്തികൾ, ഇത്രയൊക്കെ എനിക്ക് പറയാം. ഇടത് ഇസ്ലാമിക ശക്തികളാണ് തിങ്ങിക്കൂടി ഈ പ്രദേശത്ത് അന്ന് തീപിടുത്തുണ്ടായിരുന്നത്. അവർക്കിത് പറയാമെന്നുണ്ടെങ്കിൽ എനിക്കിത് പറഞ്ഞുകൂടെ? നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെന്നെ പിന്തുണയ്ക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എനിക്കെതിരെ ഞാൻ ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ചാനലിന് ചവിട്ടി താഴ്ത്താനുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങളത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് കയറിപ്പോരാം. അത് വലിയൊരു ഉപകാരമാണ്. ഒന്ന് ചെയ്യണം നിങ്ങൾ എനിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ കത്തിയത് മുഴുവനും ഇതിനെ ഇടതുപക്ഷ ഇത് ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയാണ് വീടുകൾ അന്ന് കത്തിയത്. അവർ ഹമാസിന് അനുകൂല, അവർ പലസ്തീനിയൻസാ. അവർ ഈ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ ആരെങ്കിലും കണ്ടുണ്ടോ? സാംസ്കാരിക ഇടതായിരിക്കും അവർ, ഇടത് ഇസ്ലാമിക ചിന്താഗതിയായിരിക്കും അവർ. അവരതിനെ വെളുപ്പിക്കലാണ് അവരുടെ ജോലി. അതിന് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ അതേ ലെവലിലുള്ള വീടുകൾ, സിനിമ, ഈ സാംസ്കാരിക രംഗത്താണ് അവരുടെ വാഴ്ച. അപ്പോൾ ഈ അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ സഹോദരൻ അദ്ദേഹത്തെ പോലെ കുറേ അതിനനുകൂലിക്കുന്ന പ്രത്യേക സമുദായക്കാർ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഈ പറഞ്ഞ മീഡിയ വണ്ണും പറയണ കണ്ടില്ലേ, പലസ്തീനിലെ പാവം ഹമാസിനെ കൊന്നതുകൊണ്ടാണ് അമേരിക്ക കത്തണേ. നല്ല കത്തിയത് ഇന്ന ആൾക്കാരുടെയാണെന്ന് അവർ പറയില്ല. ആരുടെ കത്തിയെന്ന് പറയണമായിരുന്നു. ഇപ്പം മിഡ് വെസ്റ്റിൽ സായിപ്പിൻ്റെ കോട്ടകളോ അതല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലകളിലല്ല കത്തിയത് മുഴുവനും വോക്ക് മൂവ്മെൻറ്റ് കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ വീടുകളാണ്. കഴിഞ്ഞ തവണ ഇത് ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ വീടുകളാണ്. അവിടെ കുറേ അറബികൾക്ക് വീടുകളുണ്ട്. കാരണം അവരാണ് പണക്കാർ. അവരിവിടെ പണം കൊണ്ട് ഇവിടെ ആർക്കും 193 രാജ്യങ്ങളിലുള്ള പണക്കാർ, രാഷ്ട്രീയക്കാരൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് വലിയ കൊട്ടാരങ്ങൾ പണിത് അവർക്ക് ഇവരുടെ സുരക്ഷമായിട്ട് അവർ ജീവിക്കാം. അതിൻ്റെ രാഷ്ട്രീയം വേറെ ഞാൻ പിന്നെ പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരും ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അഴിമതിയിൽ മുങ്ങി എന്ന് പറഞ്ഞാൽ ആ പൈസ കട്ടെടുത്തവരൊക്കെ ഇവിടെ വന്ന് ജീവിക്കുന്നവരുണ്ട്. അതിൽ പെട്ടവരാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ മോചിതരാക്കുകയും ചെയ്യട്ടെ.